ഏതാ ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞു? ഏതാ ക്വസ്റ്റ്യൻ പറയേണ്ടത്? വേറെ ഞാന് വാട്സപ്പിലൊന്ന് ഇട്ടിനി. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യന്? SFD BMD കാണാനുള്ള. ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യൂ. വാട്സപ്പിലിട്ടാ സ്ക്രീൻ ഷെയർ. ആയിക്കോട്ടെ, വാട്സപ്പിലിട്ടോ ഗ്രൂപ്പിൽ TOSന്റെ ഗ്രൂപ്പിൽ ഇട്ടാ കേട്ടോ. ഓക്കെ. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. വേറെ ഇന്ന് ആ ഷെയർ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയെന്നോ? TS1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇന്ന് നടന്ന എക്സാം ആയിരുന്നു. പഴയ റിവിഷൻകാർക്ക്, അവർക്ക് സപ്ലിമെന്ററി ഉള്ളവർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന എക്സാം ആണ്. അപ്പൊ അതില് കുറച്ച് ടോപ്പിക് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക് ഉണ്ട്. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് നോക്കിയോ? അത് ചെയ്ത് നോക്കിയോ? ആരും ചെയ്ത് നോക്കിയില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ജാസിമ ഇട്ട ക്വസ്റ്റ്യൻ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു SFD ആൻഡ് BMD വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തതിനു ശേഷം ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? ഓക്കെ. ശരി. അപ്പോ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് SFD ആൻഡ് BMD വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് അല്ലെ? സിംപ്ലി സപ്പോർട്ടഡ് ബീം AB ഹാവിങ് 8 മീറ്റർ ലെങ്ത്, ടോട്ടല് 8 മീറ്റർ ഉണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ക്യാരീസ് എ UDL ഓഫ് 16 kN per meter. അപ്പൊ UDL ഉണ്ട് ത്രൂ ഔട്ട് അല്ലെ, ഓവർ എൻറ്റയർ സ്പാന്. പിന്നെന്താ ഉള്ളത്? ആൻഡ് എ പോയിന്റ് ലോഡ് ഓഫ് 24 kN 2 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട് A. അപ്പൊ ലെഫ്റ്റ് സപ്പോർട്ട് എയിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് എന്തുണ്ട്? ഒരു പോയിന്റ് ലോഡ് കൂടെ ഉണ്ട്. അതിന്റെ വാല്യൂ 24 kN ആണ്. ഇത് 2 മീറ്റർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അല്ലെ? അപ്പൊ ഇതിൽ SFD ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ എന്താണ് ഡൗട്ട്? നമ്മൾ ചെയ്ത പോലെ തന്നെയല്ലേ? നമ്മൾ മുന്നേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലായിരുന്നോ? UDL-ഉം പോയിന്റിലൂടെ വരുന്ന രീതിയിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് റിയാക്ഷൻസ് കാണാം. ഇപ്പൊ RAയും RBയും കാണാം അല്ലെ? അപ്പൊ RA പ്ലസ് RB ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടേണ്ടത്? ടോട്ടൽ ലോഡ് കിട്ടണം. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 × 8 പ്ലസ് 24 അല്ലെ? ഇത് എത്ര വരുന്നത്? ആരെങ്കിലും പെട്ടെന്ന് നോക്കുവോ? 16 × 8 പ്ലസ് 24 ചെയ്ത് കഴിഞ്ഞാൽ RA പ്ലസ് RB കിട്ടണം. കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നെങ്കിലും 152 എല്ലാവർക്കും തന്നെ കിട്ടിയ 152. ഓക്കെ, 152 kN കിട്ടും. പിന്നെ നമുക്ക് ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മൊമെന്റ് എടുക്കാം. അപ്പൊ മൊമെന്റ് അബൌട്ട് A വേണമെങ്കിൽ എടുക്കാം. അപ്പൊ മൊമെന്റ് അബൌട്ട് A എടുക്കാണ്. മൊമെന്റ് അബൌട്ട് A എടുക്കുമ്പോൾ എന്താ വരിക? RB × 8 അല്ലെ? RB × 8 ഈക്വൽ ടു, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഏതൊക്കെയാണ്? UDL കാരണമുള്ള ലോഡ് അല്ലെങ്കിൽ മൊമെന്റ്. UDL കാരണമുള്ള ഫോഴ്സ് ഇതാണ്. ഇനി മൊമെന്റ് എടുക്കുന്ന സമയത്ത് × 4 എന്നും കൂടെ ഉണ്ടാവും അല്ലെ? 8/2. പിന്നെ പ്ലസ് എന്തും കൂടെ ഉണ്ട്? ആ ഒരു പോയിന്റ് ലോഡ്. പോയിന്റ് ലോഡിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് RBയും കിട്ടും. ഓക്കെ, ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുമായിരിക്കും. 16 × 8 എത്ര വരുന്നത്? RB 70 അല്ലേ? RB 70 ആണോ കിട്ടണേ? 84 പ്ലസ് 48 എന്ന് വരും. ഇത് ചെയ്യുമ്പോ എത്ര പറഞ്ഞത്? 70 RB 70. ഓക്കെ, എല്ലാവർക്കും അതിനല്ലേ കിട്ടിയ? അപ്പൊ ഓക്കെ, RB 70 എന്ന് കിട്ടും. അപ്പൊ RB 70 കിട്ടി കഴിഞ്ഞാൽ പിന്നെ RA കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 152 അത് കുറച്ചാൽ മതി അല്ലെ? 152 - 70
ചെയ്താൽ എത്ര വരിക? 82 ആണോ വരിക? 82. ആ ഓക്കെ. അപ്പൊ RA യും RB യും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബീം ഇങ്ങനെ വരും. 82 താഴത്തുനിന്ന് മുകളിലേക്ക് ഇവിടെ 70 വരും. പിന്നെ ഇവിടെ ഒരു UDL മീൻസ് പോയിന്റ് ലോഡ് ഉണ്ട് 24 കിലോ ന്യൂട്ടന്. പിന്നെ UDL ത്രൂ ഔട്ട് ഉണ്ട് 16 അല്ലെ. നമ്മൾ ഫസ്റ്റ് SFD വരയ്ക്കുകയാണ്. അപ്പൊ SFD വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റത്തെയും കാണുകയാണ്. ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ C എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി അല്ലെ. അറ്റ് ബിയിൽ എന്താ വരുന്നത്? സിംപ്ലി സപ്പോർട്ട് ബീം ആയത് കാരണം അവിടുത്തെ റിയാക്ഷൻ തന്നെയാണ് വരിക അല്ലെ. ഇപ്പൊ റിയാക്ഷന് റൈറ്റ് അപ്പ് ആണ്. റൈറ്റ് അപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ +70. ഓക്കെ, ഇപ്പൊ +70 വന്നു. പിന്നെ നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ്, സിയുടെ തൊട്ട് റൈറ്റിലേക്ക് നോക്കാം. സിയുടെ തൊട്ട് റൈറ്റിൽ എന്താ വരിക? ഷിയർ ഫോഴ്സ് അറ്റ് സി. അതിന്റെ റൈറ്റ് സൈഡിൽ കേട്ടോ. റൈറ്റ് സൈഡിൽ എന്ത് വരും? 70 മൈനസ് എന്തുണ്ടാവും? UDL കാരണം അല്ലെ. ഇത്രയും ഡിസ്റ്റൻസിൽ UDL ഉണ്ട്. ഇത് എത്രയുള്ള ഡിസ്റ്റൻസ്? മൊത്തം 8 മീറ്റർ ആണ്. അതിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 6 ഉണ്ടാവും അല്ലെ. അപ്പൊ 16 × 6 എത്ര വരുന്നത്? 16 × 6 ചെയ്ത് കഴിഞ്ഞാൽ 70 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക? ആരെങ്കിലും പറയോ? -26 ആണോ? -26 ആ? ആ, എല്ലാവർക്കും അതന്നെയാണ് കിട്ടിയത്. ഓക്കെ, -26. ഓക്കെ, പിന്നെ ഷിയർ ഫോഴ്സിന്റെ കുറച്ച് ലെഫ്റ്റ്, സിയുടെ കുറച്ച് ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് വരും? 70 - 16 × 6 അല്ലെ. പിന്നെ എന്താ ഉള്ളത്? ഒരു മൈനസ് കൂടെ വരും അല്ലെ. മൈനസ് എത്രയും കൂടെ ഉണ്ട്? 24. എന്താണല്ലേ വരുന്നത്? തെറ്റിപ്പോയോ? അല്ലല്ലോ. ഇവിടെ മിസ്റ്റേക്ക് വന്നോ? ഇല്ല, നമുക്ക് നോക്കാം. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? -26 - 24 അല്ലെ. -50 വരും. -50 കിലോ ന്യൂട്ടൺ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്താ വരിക? ജസ്റ്റ് ഇവിടുത്തെ റിയാക്ഷൻ എടുത്താൽ മതി. ലെഫ്റ്റ് സൈഡത്തെ റിയാക്ഷൻ എത്രയാണ്? 82 അല്ലെ. അത് 82 കൊടുക്കുക. ഇപ്പൊ ലെഫ്റ്റ് അപ്പ് ആണ്. ലെഫ്റ്റ് അപ്പ് നമ്മൾ നേരത്തെ റൈറ്റ് അപ്പ് പോസിറ്റീവ് അല്ലേ നമ്മൾ എടുത്ത്. ഇപ്പൊ ലെഫ്റ്റ് അപ്പ് എന്ത് വരും? നെഗറ്റീവ്. സോ -82 കിലോ ന്യൂട്ടൺ. ഇങ്ങനെയല്ലേ എല്ലാവർക്കും കിട്ടുന്നത്? ഇങ്ങനെ തന്നെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി ജസ്റ്റ് വരച്ചാൽ മതി. ഇങ്ങനെ വരയ്ക്കാം, സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ എത്ര കിട്ടിയത്? +70 ആണ്. +70 മാർക്ക് ചെയ്യാം. ഇത് +70. പിന്നെ സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെ എ. ഇപ്പൊ സിക്ക് എത്തുന്ന സമയത്ത് എത്ര കിട്ടിയത്? സിയുടെ തൊട്ട് റൈറ്റിൽ -26 ആണ്. അപ്പൊ ഇവിടെ -26. പിന്നെ അത് എത്രയായി? -50 ആയി. പിന്നെ -82 പോയി. ഇപ്പൊ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ടാവും. കാരണം നമ്മൾ ഇംഗ്ലണ്ട് ലൈനായിട്ട് വെക്കാൻ കാരണം എന്താണ്? അവിടെ UDL വന്നത് കാരണമാണ്. ഓക്കെ, UDL ഇത്രയും ഭാഗത്ത് ഫുള്ള് UDL ആണ്. അപ്പൊ അത് കാരണമാണ് അവിടെ അത് ഇംഗ്ലൈൻ ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. SFD ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഓരോ പോയിന്റത്തെയും എന്ത് കാണണം? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് കാണും. എന്നിട്ട് അത് വരയ്ക്കാനുള്ളതല്ലേ ഉള്ളൂ. നോക്ക്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി അല്ലെ. ബിയിൽ എന്താ വരിക? ബെൻഡിങ് മൊമെന്റ് ബീം സിംപ്ലി സപ്പോർട്ടഡ് അല്ലേ. രണ്ട് എൻഡും സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഈ രണ്ട് എൻഡിലും മൊമെന്റ് 0 ആണ് വരിക.
ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0 ആണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് എയും 0 ആണ്. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എഴുതാൻ പറ്റും കേട്ടോ. സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ പ്രത്യേകതയാണ് അത്. ഇനി നമുക്ക് എവിടെയൊക്കെ ഉള്ളത്, സി എന്ന് പറഞ്ഞ പോയിന്റ് കാണണം അല്ലെ. സി എന്ന് പറഞ്ഞ പോയിന്റ് ബെൻഡിങ് മൊമെന്റ് കണ്ടു നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇങ്ങനെ കിട്ടും. യു ഡി എൽ ഉണ്ട്, ആർ ബി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് റൈറ്റ് തന്നെ എടുത്ത് നോക്കാം. അപ്പൊ റൈറ്റ് നിന്ന് എടുക്കുന്ന സമയത്ത് ആർ ബി ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസിന്റെ വാല്യൂ എത്ര വരുന്നിട്ടുള്ളത് 6 അല്ലേ. മൊത്തം 8, 8 2 പോയി. അപ്പോൾ ആർ ബി ഇൻറ്റു 6. അപ്പൊ അത് താഴത്തുനിന്ന് മേലേക്ക് ആയത് കാരണം നമ്മളത് പോസിറ്റീവ് ആക്കിയിട്ട് എടുത്തു. മൈനസ് എന്താണ്, യു ഡി എൽ കാരണമുള്ള മൊമെന്റ് അല്ലെ. യു ഡി എൽ കാരണമുള്ള മൊമെന്റ് എത്രയാണ്, 16 ഇൻറ്റു 6 ഇൻറ്റു 6/2 അങ്ങനല്ലേ വന്നേ. നേരത്തെ നമ്മൾ എടുത്തപ്പോ മാറിപ്പോയിട്ടുണ്ടോ, ഇല്ലല്ലോ. 16 ഇൻറ്റു 8 ഓക്കെ. നോക്ക്, ഇത് ചെയ്യുമ്പോൾ എത്ര വന്നിട്ടുള്ളത്, ആർ ബിയുടെ വാല്യൂ നമുക്ക് നേരത്തെ എത്ര കിട്ടിയേ, ആർ ബി 70 അല്ലെ. സോ 70 ഇൻറ്റു 6 മൈനസ് എത്ര വരിക, 16 ഇൻറ്റു 6 ഇൻറ്റു 3 അല്ലെ. എത്ര വരും, 16 ഇൻറ്റു 18. വാല്യൂ എത്ര വരുന്ന അറിയാൻ ചെയ്ത് നോക്കോ. നെഗറ്റീവ് വാല്യൂ അല്ലേ വരിക. എത്ര വന്നേ, 420 മൈനസ് എവിടെയെങ്കിലും തെറ്റിയോ, സ്റ്റെപ്പിൽ എവിടെയെങ്കിലും തെറ്റിയൊന്നും വേണോ. 132. ഓക്കെ, 132 കിട്ടുന്നത്. 132 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ആയിട്ട് സിയും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ 7 മാർക്കിന് ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല, കാരണം 7 മാർക്കിൽ അധികം ചെയ്യാനുള്ള സംഗതിയുണ്ട്. അപ്പോൾ ഇതില് നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ മാക്സിമം വാല്യൂ എവിടെ വരിക, ഇവിടെ ഏത് പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വാല്യൂ വരിക എന്നുള്ളത് നോക്കണം അല്ലെ. നമ്മൾക്ക് നോർമൽ കേസിൽ ഈ രീതിയിലാണ് ഒരു ബീം ഇവിടെ ത്രൂ ഔട്ട് യു ഡി എൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാക്സിമം വാല്യൂ വരിക കറക്റ്റ് സെന്ററിലാണ് അല്ലെ. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ പ്രശ്നം, കറക്റ്റ് സിമെട്രിക്കൽ അല്ല ലോഡ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു യു ഡി എൽ ഉണ്ട്, യു ഡി എല്ലിന്റെ പുറമെ എന്തുണ്ട്, ഒരു പോയിന്റ് ലോഡ് കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സെന്ററിലാവും ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ മാക്സിമം വാല്യൂ വരിക എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റ് കണ്ടെത്തണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ആ പോയിന്റ് കാണാം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എങ്ങനെ കാണാം, ഏത് പൊസിഷനിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വാല്യൂ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാണാം. എങ്ങനെ കിട്ടും, ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ MRH ജനറൽ ഗ്രൂപ്പ് ഇല്ലേ, അതിൽ കുട്ടികൾ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കും കൂടെ ലിങ്ക് ഇട്ട് കൊടുക്കട്ടെ, ലൈവ് ക്ലാസ്സിന് അവർ കൂടി ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ അല്ലേ, ഏതായാലും എക്സാം ആവാനായില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നോക്ക്, അപ്പൊ നമുക്ക് ഇതില് ആ ഒരു പോയിന്റ് കാണണം അല്ലെ. ഏത് പോയിന്റിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ്, ഏത് പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്നുള്ളത് കാണണം. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഷിയർ ഫോഴ്സ് എവിടെയാണ് 0 വരുന്നത് നോക്കിയാൽ മതി അല്ലെ. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഈ ഒരു കേസിൽ, ഇപ്പൊ നോർമൽ കേസിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കേസ് ആട്ടോ പറയുന്നത്. ഫസ്റ്റ് ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ യു ഡി എൽ വന്നു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ ഉണ്ടാവുക, ഈ രീതിയിലല്ലേ ഉണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് സെന്ററിലാണ് 0 ആവുന്നത്. ആ ഒരു പോയിന്റിൽ തന്നെയാണ് എന്ത് വരിക, നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മള് ജസ്റ്റ് ഈ ഒരു ബീമിൽ ഷിയർ ഫോഴ്സ് 0 വരുന്നത് എവിടെ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ അതെങ്ങനെ നമ്മൾ കാണുക, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം,
ഈ ഭാഗം ഇതിനെ നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ എക്സ് ഡിസ്റ്റൻസിലാണ് ഷിയർ ഫോഴ്സ് 0 വരുന്നത് എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ആ എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? ജസ്റ്റ് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞിട്ടില്ലായിരുന്നു. ഷിയർ ഫോഴ്സ് ഈ ഒരു ഷിയർ ഫോഴ്സ് അറ്റ് സി അല്ലെ, റൈറ്റ് ഓഫ് സി. അപ്പൊ ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന്റെ ഇടയിൽ ഇപ്പോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ, അതുപോലെ ഇത് സി, ഇത് ബി ആണ്. അപ്പൊ സിന്റെയും ബിന്റെയും ഇടയിലാണ് എന്ത് വരുന്നിട്ടുള്ളത്? ഷിയർ ഫോഴ്സ് 0 ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഷിയർ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. ഇപ്പൊ എങ്ങനെ വരിക? ഇവിടെ വേണമെങ്കിൽ എടുത്ത് വരയ്ക്കാം. ഇങ്ങനെ നമ്മുടെ ബീം വരുന്നത്. നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ആ സെക്ഷനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാണ് അല്ലെ. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ആയിട്ട് ബി എത്രയാണ്? 70 ആണ് അല്ലെ. ആ റിയാക്ഷൻ ആയിട്ട് ബി തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഷിയർ ഫോഴ്സ് ആയിട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ എന്ത് വരും? 70 മൈനസ് എന്തുണ്ട്? 16 അല്ലെ. യു ഡി എൽ കാരണമുള്ള ഷിയർ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ 16 ഇൻറ്റു എന്താ വരിക? ഡിസ്റ്റൻസ് എത്രയാണ് ഉള്ളത്? ആ യു ഡി എൽ ഇത്രയും ഡിസ്റ്റൻസിലല്ലേ ഉള്ളത്? ഇത്രയും ഡിസ്റ്റൻസിലാണ് ആ യു ഡി എൽ ഉള്ളത്. അപ്പൊ 16 ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ എന്ത് വരും? 70 മൈനസ് 16 എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് വരും. എക്സ് ഈക്വൽ ടു 70 ഡിവൈഡ് ചെയ്തിട്ട് അതായാലും ആരെങ്കിലും നോക്കൂ. 70 by 16 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? അറൌണ്ട് 4.375 എന്തോ വരും അല്ലെ. തൽക്കാലം ഇപ്പൊ നമുക്ക് 4.4 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ 4.4 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്ത് വരുന്നത്? നമുക്ക് ഷിയർ ഫോഴ്സ് 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ബെൻഡിങ് മൊമെന്റും മാക്സിമം വരുന്നത് ഈ പോയിന്റിലാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടാൽ മതി. ഇനി നമ്മൾ ഈ പോയിന്റിലത്തെ ബെൻഡിങ് മൊമെന്റ് കാണുകയാണ്. ഓക്കെ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് 4.4 മീറ്റർ മാറിയിട്ടാണ് അല്ലെ. ഇപ്പൊ എങ്ങനെ വരിക? ബെൻഡിങ് മൊമെന്റ് ആർ ബി കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് ഇത് തന്നെയാണ് കേട്ടോ മാക്സിമം വാല്യൂ വരിക. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു എക്സ് അല്ലെ. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4.4 ആണ്. മൈനസ് എന്താ ഉള്ളത്? യു ഡി എൽ കാരണമുള്ള മൊമെന്റ്. യു ഡി എൽ കാരണമുള്ള മൊമെന്റ് എന്താ വരിക? 16 ഇൻറ്റു 4.4 ഇൻറ്റു 4.4 by 2. ഇപ്പൊ ആർ ബി 70 അല്ലെ. 70 ഇൻറ്റു 4.4 മൈനസ് 16 ഇൻറ്റു 4.4 ഇൻറ്റു 4.4 by 2. ഇതൊന്ന് ചെയ്ത് നോക്കോ. എത്ര വന്ന്? 70 ഇൻറ്റു 4.4 എത്ര വന്ന്? 308 മൈനസ് ബാക്കി എത്ര? 16 ഇൻറ്റു 4.4 ഇൻറ്റു 2.2 അല്ലെ. ചെയ്ത് നോക്കി നിങ്ങൾ ആരെങ്കിലും. ഇത്ര വാല്യൂ വന്ന്? മൊത്തം ആൻസർ വരുന്നത് 153.12. ഓക്കെ, അപ്പൊ ആ വാല്യൂ കിട്ടും. ചിലപ്പോ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ്. ഇനി ഇത് വെച്ചിട്ട് വരച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ഓരോ പോയിന്റത്തും കിട്ടിയില്ലേ? രണ്ട് എൻഡിലും 0 ആണെന്ന് കിട്ടി. ബെൻഡിങ് മൊമെന്റ് ആയിട്ട് സി 132 ആണ്. പിന്നെ എന്താ ഉള്ളത്? മാക്സിമം വാല്യൂ 153 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ വരും? ബെൻഡിങ് മൊമെന്റ് രണ്ട് എൻഡിലും നമ്മൾ പറഞ്ഞത് 0 ആണ്. അപ്പൊ ഈ പോയിന്റ് 0, ഈ പോയിന്റിൽ 0 ആണ്. അറ്റ് സിയിൽ എത്ര വാല്യൂ വന്നത്? നേരത്തെ പറഞ്ഞില്ലായിരുന്നു. സിയിൽ എത്രയായിരുന്നുടാ? യെസ്, 132. സി എന്ന് പറഞ്ഞ പോയിന്റിൽ 132 ആണ്. പിന്നെ മാക്സിമം വാല്യൂ വരുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.4 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ 158 കിട്ടി. അങ്ങനെ ഇത് ജോയിൻ ചെയ്താൽ മതി. ഒരു കർവ് പോലെ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ?
അപ്പൊ ഇത് കാണുന്ന സമയത്ത് കറക്റ്റ് സെന്ററിൽ തന്നെയാണല്ലോ മാക്സിമം വാല്യൂ വരുന്നതെന്ന് തോന്നും. പക്ഷേ കറക്റ്റ് സെന്ററിലല്ല. കാരണം എന്താ, നമുക്ക് ഈ ഒരു ബീമിന്റെ ടോട്ടൽ ലെങ്ത് 8 മീറ്റർ ആണ് അല്ലെ. 8 മീറ്റർ ആകുമ്പോൾ കറക്റ്റ് ഈ ഒരു 4 മീറ്റർ മാറിയിട്ടാണ് എന്ത് വരേണ്ടത്, മാക്സിമം നോർമൽ കേസിൽ വരേണ്ടത്. പക്ഷേ 4 മീറ്റർ മാറിയിട്ടല്ല. ഇവിടെ ഈ ഒരു പോയിന്റിലൂടെ ലെഫ്റ്റിക്ക് വന്നത് കാരണം എന്താ വന്നിട്ടുള്ളത്, ഈ ഒരു മാക്സിമം വാല്യൂ ഒരു 0.4 മീറ്റർ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ വാല്യൂസ് കൂടെ എഴുതണം കേട്ടോ. ഇത് 158 അല്ലേ പറഞ്ഞേ, 153 അല്ലേ, 153 പോയിന്റ് സംതിങ്. ഇത് 138 എത്രയായിരുന്നു, 132. അപ്പൊ വാല്യൂസും കൂടെ ഒന്ന് എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ ബെന്നി മൊമെന്റ് ഡയഗ്രം. ഓക്കെ അല്ലേ? ചെയ്ത് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജാസിമിന് ക്ലിയർ ആയോ? ജാസിമല്ലേ ചോദിച്ചത്? ജാസിമിന് എന്തായ അവസ്ഥ? ക്ലിയർ ആകാൻ ഡൗട്ട് ഉണ്ടല്ലോ കുറച്ചിട്ട്. ഇത് ഇത്ര സ്റ്റെപ്പ് ഉണ്ട്, അതാണ് ഡൗട്ട് വരുന്നത്. ഇത് ബെന്നി മൊമെന്റ് 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. അത് പഴയ റിവിഷനിൽ 9 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു പോയിന്റ് കാണാൻ കുറച്ച് പണിയാണ്. പണിയല്ല, എക്സ്ട്രാ സ്റ്റെപ്പ് ആണ് അത്. ബെന്നി മൊമെന്റ് മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാന്നുള്ളത്. അപ്പൊ ഈ രീതിയിലാണ് അത് ചെയ്യാം. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉള്ളത്? ഡൗട്ടുള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇന്ന് തന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയെന്നോ? TS1 ക്വസ്റ്റ്യൻ പേപ്പർ, അതിലേതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? ഇവിടെ അജീഷ് എവിടെ? അജീഷിനല്ലേ ക്ലാസ് വെക്കാന്ന് പറയാം. അജീഷിന് ഏതാ ഡൗട്ട് ഉള്ളതോ? ഏതാ ഇനി ഡൗട്ട് ഉള്ളത് നമ്മള് ഡിസ്കസ് ചെയ്തതില്? അജീഷ്, ജിതിൻ രാജ്, ഏതാ ക്വസ്റ്റ്യൻ ഇനി നോക്കേണ്ടത് പറഞ്ഞു? ഇനി ഏതാ ക്വസ്റ്റ്യൻ ഉള്ളത്? ഇനിയൊന്നും ഇല്ലേ? ആകെ ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളിന്ന് ക്ലാസ് വെച്ച്. നമുക്ക് ഇന്നത്തെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ഏതാ ഉള്ളത്? ഇതേപോലെ തന്നെ പാർട്ട് ബിയില് അവർക്ക് പാർട്ട് ബി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ അതില് ഒരു കാൻഡിലിവറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. SFD ആൻഡ് BMD കാണാൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. A cantilever beam 4 meter carries a point load of 10 kilonewton at the free end and an UDL of 2 kilonewton meter over 2 meters from fixed end. Sketch its SFD and BMD. അപ്പൊ ഒന്ന് വരച്ചു ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഒരു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെട്രിക്കൽ ഐ സെക്ഷന്റെ. അതിന്റെ വാല്യൂസ് അത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഷിയർ സ്ട്രെസ്, ഐ സെക്ഷന്റെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ CBRലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മല്ലേ? ഐ സെക്ഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ അല്ലെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരിക? ഷിയർ സ്ട്രെസ് ഈ രീതിയിൽ ഉണ്ടാവും, മാക്സിമം സെന്ററിൽ വരും അല്ലെ. എന്നിട്ട് ഇതിലത്തെ ഓരോ വാല്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഈ പോയിന്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും ഭാഗത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. ഞാൻ തന്നെ ഇപ്പൊ മറന്നു. അത് പരീക്ഷയുടെ തലേന്ന് നോക്കി പോയെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലല്ലോ. അപ്പൊ അത് പഠിക്കുക. അത് ഇപ്രാവശ്യം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വാല്യൂസ് ഒന്നും തരാതെ, സാധാരണ ഐ സെക്ഷന്റെ ഈ ഡയമെൻഷൻസ് തരാറുണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂസ് തരും, എന്നിട്ടാണ് ഇത് ചോദിക്കാറുള്ളത്. അപ്പൊ ഇവിടെ അതൊന്നും തന്നിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇക്വേഷൻ തന്നെ മാത്രം എഴുതി വെച്ചാൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്ക് അത് സിമ്പിൾ ആയിട്ട് കിട്ടും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിയെന്നോ? സാർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയും. അവസാനത്തെ ക്വസ്റ്റ്യനില് റെക്ടാങ്കുലർ ബീം 100 mm അതാണോ? ഷിയർ സ്ട്രെസ് കാണുന്ന ഓക്കെ. അതിൽ റെക്ടാങ്കുലർ ബീം 100 mm into 300 mm subject to a maximum shear force of 60 kilonewton. Determine average maximum shear stress at a distance of 40 mm above neutral axis. അല്ലെ? അപ്പൊ അതിലെങ്ങനെ കാണാം?
നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഇപ്പൊ എന്തൊക്കെയാ? ഒരു റെക്ടാങ്കുലർ ബീം ഉണ്ട്, വിഡ്ത്ത് 100 ആണ്, ഡെപ്ത് 300 ആണ്. പിന്നെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് അവർ തന്നിട്ടുണ്ട്. മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാ പറഞ്ഞത്? 60 കിലോ ന്യൂട്ടൺ ആണ് അല്ലെ? നമ്മോട് ചോദിച്ചത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെ 3 കാര്യങ്ങൾ? ഒന്ന് ആവറേജ് ഷിയർ സ്ട്രെസ്. ആവറേജ് ഷിയർ സ്ട്രെസ് ചോദിച്ചു, പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് ചോദിച്ചു, പിന്നെ ഷിയർ സ്ട്രെസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 40 mm above neutral axis. ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ എങ്ങനെ കാണാം? നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ് നമ്മൾ എങ്ങനെ കാണാം? ആവറേജ് ഷിയർ സ്ട്രെസ് ഈക്വൽ ടു മാക്സിമം ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. എന്ത് ഏരിയ? ഈ ക്രോസ് സെക്ഷനിലെ ഏരിയ, ബീമിന്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ ചെയ്താൽ മതി കേട്ടോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ എന്ത് വരും? മാക്സിമം ഷിയർ ഫോഴ്സ് നമുക്ക് 60 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 60 കിലോ ന്യൂട്ടണിക്ക് മാറ്റാം, ഡിവൈഡഡ് ബൈ ഏരിയ. ക്രോസ് സെക്ഷനിലെ ഏരിയ എത്ര വരുന്നത്? 100 × 300. ഇത് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? എത്ര വരിക? 2 ആണോ വരിക? ആരെങ്കിലും ചെയ്ത് നോക്കുവോ? ഇത് 2 ആണ് വരുന്നത്. അലൻ എത്ര കിട്ടി? അലൻ 2. ഓക്കെ. ഇതുപോലെ തന്നെ അടുത്തത് മാക്സിമം അല്ലെ? മാക്സിമം ഷിയർ സ്ട്രെസ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റെക്ടാങ്കുലറിന്റെ കേസിൽ അല്ലെ? റെക്ടാങ്കുലർ ബീമിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് ഈക്വൽ ടു 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണ് റെക്ടാങ്കിളിന്റെ കേസിൽ. ഇവിടെ എന്ത് വരും? 1.5 ടൈംസ്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഈ ഒരു ആവറേജിന്റെ 1.5 ടൈംസ് എടുക്കുക. അപ്പൊ എത്ര വരിക? 3 Nm/mm². അപ്പൊ അതുമായിട്ടുണ്ട്. ഇനി മൂന്നാമത് എന്താ ചോദിച്ചത്? ഷിയർ സ്ട്രെസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 40 mm above ന്യൂട്രൽ ആക്സിസ് അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവുക. എത്ര ഡെപ്ത്? നമ്മുടെ ബീമിന്റെ 300 ആണ്. ഇത് 300 ആണ്. ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് 40 എബവ് അല്ലേ ചോദിച്ചത്? യെസ്, എബവ് ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 40 മാറിയിട്ട് അല്ലെ? ഇത് 150 ഉണ്ടാവും. അപ്പൊ ഏകദേശം ഇവിടെ ഇത്രയും ഭാഗത്ത്, ഈ ഒരു ഭാഗത്തുള്ള ഷിയർ സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? അപ്പൊ അതെങ്ങനെ കാണാം? അതിന്റെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു? ഞാനിപ്പോ മറന്നുപോയി ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും ഒന്ന് പറയോ? ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇത്ര ആരെയും ആലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരിക അല്ലെ? ഈ രീതിയിലാണ് വരിക. സെന്ററിലാണ് മാക്സിമം വാല്യൂ വരിക. ആ മാക്സിമം വാല്യൂ ഇപ്പൊ നമ്മൾ നോക്കി വെച്ചു. എത്രയാണത്? 3 Nm/mm² ആണ് മാക്സിമം വാല്യൂ അല്ലെ? ഇത് 3 ആണ്, ഇത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന വാല്യൂ എന്താണ് വരിക? ഈ ഒരു 0ന്റെയും 3ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? നമ്മൾ എങ്ങനെ അത് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഒക്കെ പറഞ്ഞിട്ടില്ലേന്നോ? എന്തെയ്യുന്ന ഇക്വേഷൻ ഇടാം ഇതിന്റെ സെന്ററോടൊക്കെ കണ്ടിട്ട്. ഇതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, FA/y⁻/IB. ആർക്കും ഓർമ്മല്ലേ? അലന് ഓർമ്മ? ആ ഇത് തന്നെയാണല്ലേ ഇക്വേഷൻ? ഓക്കെ. അപ്പൊ നോക്ക്, എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എത്രയും നമുക്ക് വാല്യൂ പറഞ്ഞേ? 60. അപ്പൊ 60 കൊടുക്കുക. ഇനി ഏരിയ എത്ര വരുന്നത്? ഇത്രയും ഭാഗത്ത് ഏരിയ എടുക്കുക. അപ്പൊ എത്ര ഏരിയ എത്ര വരിക? ഇത് 40 അല്ലെ? അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 75 ന്ന് 40
സോറി 75 എന്നല്ല, 150 40 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി 110 ഉണ്ടാവും അല്ലെ. 110 വിടുത്ത് എത്രയായിരുന്നു? 100. അപ്പൊ ആ ഒരു ഏരിയ എത്ര വരിക? 100 × 110 അല്ലെ. ഇനി y ബാർ എന്ന് പറഞ്ഞാൽ എന്താ? y ബാർ എന്ന് പറഞ്ഞാല് ഈ ഏരിയന്റെ സെന്ററോടേക്കുള്ള ദൂരം എവിടുന്ന്? ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന്. അതാണ് y ബാർ. അപ്പൊ ആ ഏരിയന്റെ സെന്ററോട് എവിടെ ഉണ്ടാവുക? ഈ 110ന്റെ പകുതിയിൽ ഉണ്ടാവും അല്ലെ. 110ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? 55 ഉണ്ടാവും. അപ്പൊ 55ഉം ഈ ഒരു 40ഉം കൂട്ടുക. ഓക്കെ അല്ലെ. അപ്പൊ 55ഉം 40ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? 95 ഉണ്ടാവും. ഡിവൈഡ് ബൈ IB. IB എന്ന് പറയുമ്പോൾ I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു റെക്ടാങ്കുലർ ബീമിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര വരിക? DD³/12 അല്ലെ ഇക്വേഷൻ. DD³/12. അപ്പൊ 100 × 300³/12 ഇൻറ്റു വിഡ്ത്ത് അല്ലെ. ബി എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ആണ് 100. അപ്പൊ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി. ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരുന്നു നോക്ക്. എന്തായാലും 3ന് താഴെ ആണ് വാല്യൂ വരേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ ഫോഴ്സിന് 60 × 10³ കൊണ്ട് ഗുണിക്കണം കേട്ടോ, എന്നാലും അത് കിട്ടുള്ളൂ. അത് 60 kN നമ്മൾ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ന്യൂട്ടണിക്ക് മാറ്റിയിട്ട് എഴുതണം. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുമ്പോൾ എന്തായാലും ഒരു 3നോട് അടുത്തുള്ള ഒരു വാല്യൂ കിട്ടും. 2 പോയിന്റ് സംതിങ് ഒക്കെ ആയിരിക്കും കിട്ടുക. ചെയ്ത് നോക്കുക ആരെങ്കിലും. 2 പോയിന്റിന്റെ അടുത്ത് കിട്ടണം, അല്ലെങ്കിൽ അത് ആൻസർ തെറ്റാണ്. കാരണം എന്തായാലും 3നേക്കാളും കൂടാൻ പാടില്ല. കാരണം മാക്സിമം ഷിയർ സ്ട്രെസ് അവിടെ വരുന്നത് 3 ആണ്. ഓക്കെ അല്ലേ. ബാക്കിയുള്ള ഒരു ക്യാമറയും അതുപോലെ മൈക്കും ഒക്കെ ഓഫ് ആക്കി വെക്കും കേട്ടോ. ഓക്കെ. അശ്വന്ത് പറഞ്ഞിട്ടുണ്ട് 2.78. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പൊ മാക്സിമം തന്നെ ആദ്യം നോക്കി നോക്കുക. മാക്സിമം 3 ആണ്. അത് കണ്ടത് മനസ്സിലായില്ലേ? അപ്പൊ ഇത് ചെയ്തത് മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇക്വേഷനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങളോട് ചോദിച്ചത്. ഇക്വേഷൻ അതാണ്. അപ്പൊ അതിൽ ഓരോ ടേംസ് എടുക്കുന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഏരിയ കാണുന്ന സമയത്ത് ഇത്രയും പോർഷന്റെ ഏരിയ ആണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ഭാഗത്തെ ഏരിയ എടുക്കുന്നുള്ളൂ. ഇതുപോലെ y ബാർ കാണുമ്പോഴും ആ ഒരു ഏരിയയുടെ സെന്ററോടിക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ദൂരം, അതാണ് y ബാർ. പിന്നെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുമ്പോൾ ബീമിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കണം. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് 9 മാർക്കിന് അവർക്ക് ചോദിച്ചത്. അപ്പൊ 3 കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അവർക്ക് 9 മാർക്കിനോട് ചോദിച്ചത്. 7 മാർക്കിന് എന്താണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഏതൊക്കെ 2 കാര്യങ്ങൾ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളോട് മാക്സിമം ഷിയർ സ്ട്രെസ്സും ഈ ഒരു ഷിയർ സ്ട്രെസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിലുള്ള ഷിയർ സ്ട്രെസ്സും ആയിരിക്കും ചോദിക്കാം. അപ്പൊ ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത് ചോദിച്ചത് നന്നായി. ബാക്കിയുള്ള ഒരു ക്യാമറ ഓഫ് ചെയ്യും. നീതു. അഭിലാഷിന് ഡൗട്ട് ഉണ്ടോ? അഭിലാഷ് പിളയിൽ. അഭിലാഷ് കേൾക്കുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്ക്രീൻ ഓൺ ചെയ്തിട്ട് ക്യാമറയിൽ അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ. ബാക്കി ഇനി ഏതാ ഡൗട്ടുള്ള ചോദിച്ചോ. നീ ഏത് ഡൗട്ടില്ലേ? എല്ലാവരും ഡൗട്ടും കഴിഞ്ഞോ? ജാസിമിന് ഞാൻ ഏതാ? അഖിൽ ഏതാ പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടി പറയാം.
അത് ഈ മൊഡ്യൂൾ 4 പാർട്ട് സി കിടക്കുന്ന ആദ്യത്തെ വീഡിയോ പാർട്ട് സി കിടക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നതാണ് പറഞ്ഞത്. മൊഡ്യൂൾ 4 എന്ന് കേട്ടു, ബാക്കി എന്താ പറഞ്ഞേ? മൊഡ്യൂൾ 4 ഫസ്റ്റ് വീഡിയോ മറ്റേ CBRന്റെ ഫസ്റ്റ് വീഡിയോന്റെ പാർട്ട് സിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആ പടം വരയ്ക്കത്തില്ലേ, ഈ ഡ്രോ SFDയും BMDയും അതിന്റെ SFD BMD മൊഡ്യൂൾ 4 വരുന്നുണ്ടാവും. മൊഡ്യൂൾ 4 ആദ്യത്തെ പാർട്ടാണ് പറഞ്ഞേ. അതെ സാർ, ആദ്യത്തെ പാർട്ട് സിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. A two span continuous beam both have equal span, അതാണോ? അതെ അതെ. ക്ലാപെയ്റോൺസ് തിയറം അത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെ ക്ലാപെയ്റോൺസ് തിയറം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഏതാ ഡൗട്ട് ഉള്ളത്? ഷിയർ ഫോഴ്സ് കാണുമ്പോഴാണ്. ഷിയർ ഫോഴ്സ് കാണുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആ ക്വസ്റ്റ്യന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലും കേട്ടിട്ടുണ്ടാവും. എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു സ്പാൻ കണ്ടിന്യൂസ് ബീം ബോത്ത് ഹാവ് ഈക്വൽ സ്പാൻ ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് W അറ്റ് സെന്റർ ഓഫ് ഈച്ച് സ്പാൻ, അല്ലെ? ഓൾ സപ്പോർട്ട്സ് ആർ സിംപ്ലി സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ബീം ഉള്ളത്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഇത് രണ്ടും ഈക്വൽ ആണ്, ഒരു കണ്ടിന്യൂസ് ബീമാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ലോഡിംഗ് ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് W അറ്റ് ദ സെന്റർ ഓഫ് ഈച്ച് സ്പാൻ, അല്ലെ? ഇപ്പൊ രണ്ട് സ്പാനിന്റെയും സെന്ററിൽ എന്തുണ്ട്? ഒരു പോയിന്റ് ലോഡ് ഉണ്ട് W. നിങ്ങൾ തന്നിട്ടുള്ളത് ടേക്ക് EI കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാമും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ഒരു ക്യാമറ ഓഫ് ചെയ്യട്ടോ അശ്വനി. ഇപ്പൊ നോക്ക്, ഇതിലിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ കേസിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാണണം അല്ലെ? അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഇന്നലെ പറഞ്ഞില്ലേന്നോ? ഇത്തരത്തിലൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ട്രയാങ്കിൾ ആണ് വരിക അല്ലെ? ആ ട്രയാങ്കിളിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, WL/4 ആണ്. അപ്പൊ അത് വെച്ചിട്ട് ആദ്യം വരയ്ക്കാം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെ ഉണ്ടാവും, രണ്ട് സെക്ഷൻസ് ഇങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ? WL/4 ഇവിടെ എന്തുണ്ടാവും? WL/4. അത്രയും ഭാഗം ഓക്കെ അല്ലേ? ഇനി എന്താ ഉള്ളത്? A1 A2 അല്ലെ? നമ്മൾ എന്നിട്ട് ഏരിയ കാണാറുണ്ടായിരുന്നു. ഏരിയ കാണുന്ന സമയത്ത് ഇവിടെ എന്താ വരിക? രണ്ട് ഏരിയയും സെയിം ആണ് അല്ലെ? A1 A2 സെയിം ആണ്. എത്ര ഇതിന്റെ ഏരിയ ഉണ്ടാവുക? പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ½ ഇൻറ്റു L ഇൻറ്റു WL/4 ഉണ്ടാവുക അല്ലെ? അപ്പൊ എത്ര ഉണ്ടാവുക? W ഇൻറ്റു L²/8. ഇത്രയാണ് ഇതിന്റെ ഏരിയ ഉണ്ടാവുക. ഓക്കെ അല്ലെ? ഇനി എന്തുണ്ട്? X ബാർ അല്ലെ? X1 ബാറും ഉണ്ട്, X2 ബാറും ഉണ്ട്. അപ്പൊ X1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഫസ്റ്റത്തെ ഈ ഒരു ട്രയാങ്കിളിന്റെ അല്ലെ? ഫസ്റ്റത്തെ ട്രയാങ്കിളിന്റെ ഏരിയന്റെ സെന്ററോഡ് ഉണ്ടാവും. ആ സെന്ററോഡിൽ നിന്ന് ഈ ലെഫ്റ്റിക്കുള്ള ദൂരം, ലെഫ്റ്റ് സപ്പോർട്ടിക്കുള്ള ദൂരം, അത് എത്ര ഉണ്ടാവുക? അതാണ് X1 ബാർ. അപ്പൊ അത് ഇതിനും സെയിം തന്നെ ആയിരിക്കും അല്ലെ? X2 ബാറിനും സെയിം തന്നെ ആയിരിക്കും, കാരണം സിമ്മട്രിക്കൽ ആയത് കാരണം X1 ബാറും X2 ബാറും സെയിം തന്നെയാണ് ഉണ്ടാവുക. എത്ര അതിന്റെ വാല്യൂ ഉണ്ടാവുക? L/2 അല്ലേ ഉണ്ടാവുക? കാരണം ഇത്രയും ഭാഗം L അല്ലേ? ഇത് L ആണെങ്കിൽ അതിന്റെ നേരെ പകുതിയാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അത് L/2 എന്ന് എടുക്കാം. പിന്നെ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ട് ബീം ആയത് കാരണം എന്താണ്? MAയും ഈ ഒരു പോയിന്റത്തെ മൊമെന്റും ഈ പോയിന്റത്തെ മൊമെന്റും എന്താണ് വരിക? അത് 0 ആണ് വരിക. പിന്നെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ മൊമെന്റ് അല്ലെ? സിംപ്ലി സപ്പോർട്ട് ബീമിന്. അപ്പൊ നമുക്ക് ക്ലാപെയ്റോൺസ് തിയറം എന്തായിരുന്നു? അല്ലെങ്കിൽ ഫ്രീ മൊമെന്റ് തിയറം MA ഇൻറ്റു L1 അല്ലെ? പ്ലസ് 2MB ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് MC ഇൻറ്റു L2 പ്ലസ് 6A1 X1 ബാർ ബൈ L1 പ്ലസ് 6A2 X2 ബാർ ബൈ L2.
ഇത്രയും ഭാഗമല്ലേ ഉള്ളത്. നോക്ക്, അപ്പൊ എം എ നമുക്കറിയാതെ 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയിട്ട് പോയി. അതുപോലെ തന്നെ എം സി ഇൻറ്റു L2 ഈ ടേം 0 ആയിട്ട് പോകും, കാരണം എം സി 0 ആണ്. ഇനി ബാക്കി എന്താ ഉള്ളത്? 2 MB അല്ലെ, 2 ഇൻറ്റു MB ഉണ്ട്. പിന്നെ L1 L2 എന്താണ്? L തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് L കൊടുക്കുക, ഇത് L കൊടുത്തു കഴിഞ്ഞാൽ L പ്ലസ് L എന്ത് വരും? 2L എന്ന് വരും. പ്ലസ് 6 ഇൻറ്റു A1. A1ന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണത്? WL²/8 ആണ്. അപ്പൊ അത് കൊടുക്കുക. WL²/8. X1 ബാറിന്റെ വാല്യൂ എത്രയായിരുന്നു? L/2 ആണ്. L/2 ഡിവൈഡ് ബൈ L1. L1 എത്രയാണ്? L ആണ്. ഇത് തന്നെയാണ് ഇവിടേക്കും വരിക അല്ലെ. സെയിം സംഗതി തന്നെയാണ് ഇവിടേക്കും വരിക. WL²/8 ഇൻറ്റു L/2 ബൈ L. അങ്ങനല്ലേ വരുന്നേ? യെസ്. അപ്പൊ ഇത് ചെയ്യുമ്പോ ഇത് ഇക്വേറ്റ് ചെയ്യണം അല്ലെ. 0 ഇവിടെ 0 എന്നും കൂടി ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? MBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ കിട്ടും. MBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Wയിൽ ഒരു വാല്യൂ കിട്ടും അല്ലെ. WL സംതിങ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ അത് എത്ര കിട്ടുന്നത്? അതെങ്ങനെ കിട്ടുന്നത് എന്നാണോ ഡൗട്ട് ഉള്ളത്? അതാണോ ഡൗട്ട് ഉള്ളത്? ആ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടൂലേ? നോക്കാം, നമുക്ക് എങ്ങനെ കിട്ടണം നോക്കാം. ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നോക്ക്. അപ്പൊ 2 MB അല്ലെ. ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ എന്തൊക്കെയുള്ളത്? 2 MB ഉണ്ട്, ഇൻറ്റു 2L ഉണ്ട് അല്ലെ. വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താം? 4 MB ഇൻറ്റു L എന്ന് എഴുതി കൂടെ. ഈ 2 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 MB ഇൻറ്റു L എന്ന് എഴുതാം. ഇനി ബാക്കി പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? 6 ഇൻറ്റു WL²/8 ഇൻറ്റു L/2 ഇൻറ്റു L അല്ലെ. അപ്പൊ ഇതും സെയിം തന്നെ അല്ലേ. അപ്പൊ അതിന് നമുക്ക് പ്ലസ് 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എഴുതി കൂടെ. 2 ഇൻറ്റു എന്ത്? 6 ഇൻറ്റു WL/8 ഇൻറ്റു L/2 ബൈ L എന്ന് എഴുതാം. ഈക്വൽ ടു 0. ഇത്ര എഴുതത് ഓക്കെ ആണോ? സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് ഇതാ. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പരമാവധി വെട്ടി കളയാൻ പറ്റുന്നവർക്ക് വെട്ടിക്കളയാം. അപ്പൊ അതിൽ ഇവിടെ ഒരു L ഉണ്ട്, അത് പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 6, ഇവിടെ 2. അപ്പോൾ 6 വെട്ടി 3 വന്നു. ഇനി എഴുതി നോക്കാം. 4 MB ഇൻറ്റു L, 4 MB ഇൻറ്റു L പ്ലസ് ഇവിടെ എന്തൊക്കെയുള്ളത്? 2 ഇൻറ്റു 3 അല്ലെ. 2 ഇൻറ്റു 3 വരുന്ന സമയത്ത് 6 വരും. പിന്നെ ഇവിടെ താഴെ 8 ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഇനി ബാക്കി എന്തൊക്കെയുള്ളത്? W ഉണ്ട്, L. ഓക്കെ, WL തന്നെ അല്ലേ ഉള്ളൂ. 6/8 ഇൻറ്റു WL. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? L² എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ WL² ഉണ്ടല്ലോ. അതൊന്നും ഉണ്ടാകാൻ നിൽക്കണം. WL² ഉണ്ട് അവിടെ കേട്ടോ. അപ്പൊ അവിടെ ഒരു എല്ലും കൂടി ബാക്കി ഉണ്ടാവും. അപ്പൊ ഇവിടെ WL² ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്ക്. ഇനി നമുക്ക് ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തൂടെ? ഇപ്പൊ L ഇവിടെ ഉണ്ട്. ഈ രണ്ട് ടേമിലും L ഉണ്ട്. റൈറ്റ് സൈഡിൽ L ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഈ L പോയി, ഇവിടെ ഒരു L² പോയി. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത്? 4 MB പ്ലസ് 6/8 ഇൻറ്റു WL ഈക്വൽ ടു 0. ഇനി ഇതുപോലെ തന്നെ 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്കി 2 ഉണ്ടാവും. ഇവിടെ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്കി 3 ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അത് പോയി. അപ്പൊ 2 MB പ്ലസ് 3/8 WL ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം? 2 MB ഈക്വൽ ടു മൈനസ് 3/8 ഇൻറ്റു WL അങ്ങനല്ലേ വരുന്നത്? അപ്പൊ ബാക്കി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്താൽ MB ഈക്വൽ ടു ഈ 2 പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് വരും? മൈനസ് 3/16 ഇൻറ്റു WL എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ മൈനസ് വരാൻ കാരണം അവിടെ അത് ഹോഗിങ് മൊമെന്റ് ആണ്. ഇത് ചെയ്ത് മനസ്സിലായോ സ്റ്റെപ്പ്?
എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഫുൾ ആയിട്ട് ഞാൻ ചിലപ്പോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണോ ഡൗട്ട് വന്നത്? ഇപ്പോഴും ക്ലിയർ ആയില്ലേ സ്റ്റെപ്പ്? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എം ബി കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എം ബി മൈനസ് 3/16 ഇൻറ്റു ഡബ്ല്യു എൽ എന്ന് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അത് ഇനി നിങ്ങൾ വരച്ചാൽ മതി. പിന്നെ ഞാൻ അതിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്തുകൂടെ വേണം? റിയാക്ഷൻസ് കാണണം അല്ലെ? ആർ എ, ആർ ബി, ആർ സി കൂടെ കാണേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ കാണാം നോക്കാം. അപ്പൊ ഇത് ഇനി ബെൻഡിങ് മൊമെന്റ് നിങ്ങൾ വരച്ചോളൂ അല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് അത് വെച്ച് വരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഒരു 2 ട്രയാങ്കിൾ വരയ്ക്കുക, പിന്നെ ഇതും കൂടി കാണിച്ചിട്ട് അത് വരയ്ക്കാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഇനി റിയാക്ഷൻസ് കാണുന്ന സമയത്ത് റിയാക്ഷൻസ് കാണുമ്പോൾ എന്താ ഡൗട്ട് ഉള്ളത്? അതും ഇതുപോലെ ഈ ഒരു സോൾവിങ് ആണ് ബുദ്ധിമുട്ടുള്ളത്. അതിലെന്താ ബുദ്ധിമുട്ടുള്ളത് പറയൂ. ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് ഡൗട്ടില്ല. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ ഏതാ പറഞ്ഞോ. സാർ ഹലോ. പറഞ്ഞോ. നമ്മളെ ഒരു ബീമിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കൂലേ? കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ മുകളിൽ നിന്ന് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് പോസിറ്റീവും ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവും എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂട്യൂബിലെ വീഡിയോയില്. പക്ഷെ ഇപ്പൊ ക്ലാസ്സില് ഇപ്പൊ CBR ക്വസ്റ്റ്യൻ ചെയ്തപ്പം തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഷിയർ ഫോഴ്സിന്റെ ഇതാണോ പ്രശ്നം? സൈനാണോ പ്രശ്നം? അതെ, സൈന് ഷിയർ ഫോഴ്സിന്റെ സൈന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പല കുട്ടികൾ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അത് നെഗറ്റീവും കൊടുക്കുക പോസിറ്റീവും കൊടുക്കുക, കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആൻസർ ആ വാല്യൂ നോക്കിയാൽ മതി. സൈനിന് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നിങ്ങൾ ഫിഗർ വരയ്ക്കുന്ന സമയത്തും ആ ഫിഗറിന്റെ ഷേപ്പിൽ പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് പോസിറ്റീവ് ഉള്ള നേരെ താഴത്തേക്ക് ഷിഫ്റ്റ് ആവുന്നേ ഉള്ളൂ. മനസ്സിലായോ? എവിടെ ഒരു സ്ഥലത്ത് പോസിറ്റീവ് കൊടുക്കണമെങ്കിൽ അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ നേരെ നെഗറ്റീവ് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, ഓപ്പോസിറ്റ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യത്തെ എടുത്തത് പോസിറ്റീവ് എങ്ങനെയാണ് എടുത്ത് വെച്ചാൽ രണ്ടാമത് എടുക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ നേരെ നെഗറ്റീവ് കൊടുക്കാം, അല്ല വേറെ കുഴപ്പമില്ല. ഓക്കെ സർ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്തായാലും രണ്ടും ഒരുപോലെ തന്നെ വരുള്ളൂ. അതിൽ ജസ്റ്റ് ഒന്ന് എന്നിട്ട് മിറർ ഇമേജ് ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് വരും? ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എനിക്ക് വീഡിയോയിൽ പറഞ്ഞത് റൈറ്റ് അപ്പ് പോസിറ്റീവ് എടുത്തത് അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടാവുക. ഇനി അതല്ല, നേരെ ലെഫ്റ്റ് റൈറ്റ് അപ്പ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഫിഗർ എന്തായിട്ട് മാറും, ഇങ്ങനെ വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വാല്യൂസ് ഇവിടെ എഴുതുന്ന വാല്യൂസിലൊന്നും മാറ്റം ഉണ്ടാവില്ല, സൈന് മാത്രം ചേഞ്ച് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ടൈം 8 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി ഏതാ ക്വസ്റ്റ്യൻ ഉള്ളത്? ജാസിമിന് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ജാഷിം മണ്ണിൽ. ആകെ 2-3 പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളല്ലോ. ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലേ? ഡൗട്ട് ഇല്ലേ? ബാക്കിയുള്ളവരെ ഡൗട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ്. സാർ അത് ഫുള്ള് കണ്ടില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാമല്ലോ. വാട്സപ്പിൽ ചോദിച്ചോ, കുഴപ്പമില്ല.
നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കട്ടോ, കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് അയക്കുന്ന സമയത്ത് ചിലപ്പോ മെസ്സേജ് ഇങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. ടിഒസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതാവുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്യാൻ സിമ്പിൾ ആണ്. മറ്റേത് ഞാൻ പറഞ്ഞ ഡൗട്ട് തന്നെ ക്ലിയർ ചെയ്യുന്നതിന് പിന്നെയും ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ആ സൈന് പലപ്പോഴായിട്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ഗ്രൂപ്പിലിപ്പോ എല്ലാ നമ്മൾ അറിയുന്നവര് ഒന്നല്ലല്ലോ, ഈ പറയുന്നതാണെങ്കിലും കുഴപ്പമില്ല. എല്ലാവർക്കും പഠിക്കാൻ തന്നെയല്ലേ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൗട്ടിൽ ചോദിച്ചോ കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്? സാറേ, എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് തന്നെ ശരിക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ. ഇപ്പൊ ഈ പറഞ്ഞ മൊഡ്യൂൾ 1 ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് ഏതാന്നുള്ളത് നമുക്ക് മാക്സിമം ചെയ്തു നോക്കാന്നുള്ളതന്നെ ഉള്ളൂ. പല ലോഡിങ് കണ്ടീഷനും പല സപ്പോർട്ട് റിയാക്ഷൻ പല ബീമിന്റെ സപ്പോർട്ടുള്ളത് വെച്ച് നോക്കാം. അപ്പൊ അധികം നോർമലി സിംപ്ലി സപ്പോർട്ടർ തന്നെ ചോദിക്കാറുള്ളത്. സിംപ്ലി സപ്പോർട്ടർ ചിലപ്പോൾ UDL മാത്രമുള്ളത് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പോയിന്റ് ലോഡ് മാത്രമുള്ളത് ചോദിക്കും. ഇനി UDL തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫുൾ ഇല്ലാതെ കുറച്ച് ഭാഗത്തേക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ പോയിന്റ് ലോഡ് ആണെങ്കിൽ തന്നെ കറക്റ്റ് സെന്ററിൽ അല്ലാതെ ചിലപ്പോൾ കുറച്ച് ലെഫ്റ്റിക്ക് ആയിരിക്കും ചോദിക്കുക. ഇനി അതും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ UDL പോയിന്റ് ലോഡ്, ഓക്കെ. പിന്നെ ഇനി കുറച്ചും കൂടി സൈക്കോ എക്സാമിനറൊക്കെ ആണെങ്കിൽ കുറച്ച് ഭാഗം UDL, കുറച്ച് ഭാഗം പോയിന്റ് ലോഡ്, അങ്ങനെ വരും. അപ്പൊ അത് ഏതാ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിലെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവും. ചിലപ്പോൾ അത് സിംപ്ലി സപ്പോർട്ട് ബീം ആയിരിക്കും, ചിലപ്പോൾ കാൻലിവർ ബീം ആയിരിക്കും. ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിലും വരും. UDL വരാം, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് വരാം. പോയിന്റ് ലോഡ് എവിടെ വേണമെങ്കിലും വരാം. അങ്ങനെ ആ രീതിയിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും ഉണ്ടാവും. അത് ഓക്കെയാണ്. പിന്നിപ്പോ നമുക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ മൊഡ്യൂൾ 2 നമ്മൾ പറയുന്നതാണ് കോളത്തിന്റെ കേസിൽ. കോളത്തിന്റെ ക്രിപ്ലിംഗ് ലോഡ് നമ്മൾ കാണുന്നില്ലേ? ക്രിപ്ലിംഗ് ലോഡിന്റെ കേസിൽ യൂളേഴ്സ് തിയറി വെച്ചിട്ടുള്ള ക്രിപ്ലിംഗ് ലോഡും അതുപോലെ തന്നെ റാങ്കിൻസ് തിയറി വെച്ചിട്ടുള്ളതും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഷുവറാണ്. ചിലപ്പോൾ അത് രണ്ടും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റേഷ്യോ അല്ല, വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെ? വേറെ ചിലപ്പോൾ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് അതുപോലെ റാങ്കിൻസ് ക്രിപ്ലിംഗ് ലോഡിന്റെ റേഷ്യോ ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പൊ യൂട്യൂബിൽ എവിടെ ഉണ്ട് അത്. അപ്പൊ അത് ചോദിക്കാം. അപ്പൊ അതെന്തായാലും ഇക്വേഷൻ പഠിച്ചു വെക്കുക. y² EI/LE² എന്തൊരു ഇക്വേഷൻ അല്ലേന്നോ, അപ്പൊ അത് പഠിക്കാം. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൊഡ്യൂൾ 4 ഈ ക്ലാപെയ്റോൺസ് തിയറത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലാപെയ്റോൺസ് തിയറം അല്ലെ? അതായത് രണ്ട് സ്പാന് വന്നിട്ടുള്ള കേസിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ABC, ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താ ഇപ്പൊ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? MA × L1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അല്ലേ? പ്ലസ് 2MB L1 + L2, ആ ഒരു ട്രെയിനിന്റെ ഇക്വേഷൻ, വലിയ ഇക്വേഷൻ, അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പിന്നെ മൊഡ്യൂൾ 3 ഇപ്പൊ എന്തായിരുന്നു മറന്നു. മൊഡ്യൂൾ 3 നമുക്ക് എന്തായിരുന്നു ടോപ്പിക്? ഏതാ? മോർ തിയറം വെച്ചിട്ടുള്ള മോർ തിയറം 1 and 2. അപ്പൊ മോർ തിയറം 1 ഡിഫ്ലക്ഷൻ സ്ലോപ്പ് ഏതായിരുന്നു? സ്ലോപ്പിനല്ലേന്നു? മോർ തിയറം 1 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അല്ലെ? ഡിഫ്ലക്ഷന് മറ്റേത് സ്ലോപ്പ്. അത് വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സാധ്യത എന്നല്ല, ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിന് പുറമെയുള്ള ബാക്കി കാര്യങ്ങളുണ്ടാവും. സാർ കഴിഞ്ഞ പ്രാവശ്യം മെറ്റീരിയൽസിന് ഇമ്പോർട്ടന്റ് എന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ. BCCM അല്ലേ? BCCM ഒരു കറക്കി കുത്തി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അത് കുറെ അധികം സിലബസ് ഉണ്ട്. BCCM അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്രയും വാസ്റ്റ് അല്ല സിലബസ്, മനസ്സിലായോ? കാരണം BCCM കുറെ അധികം ഉണ്ട്. അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞാൽ ഏത് ചോദിക്കാം? ടോസിന്റെ ഒന്ന് മുമ്പേ ഇട്ടിയൊരു ഒരു ദിവസം മുമ്പെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞാനല്ല. എനിക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. മോഡ്യൂൾസ് ഇട്ടിയെന്നല്ല, ഓരോ മോഡ്യൂളിൽ നിന്ന് ഇത് വിട്ടു പോകരുത്, പഠിക്കണം. ഓക്കെ നാളെ ഞാൻ പറ്റുമെങ്കിൽ നാളെ ചെയ്തുതരാം. സാറേ, തിയറിയുടെ ഭാഗത്തുനിന്ന്
തിയറി പോർഷൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇപ്പോ ഈ ഒരു മൊഡ്യൂൾ 4ന്റെ ഭാഗത്ത് നിന്ന് ക്യാരി ഓവർ എന്താന്നുള്ളതൊക്കെ ചോദിക്കാം. അതുപോലെ അതിന്റെ പോർട്ടൽ ഫ്രെയിമും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷിയർ ഫോഴ്സിന്റെ ഡെഫിനിഷൻ ചോദിക്കാം, ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ പാർട്ട് സിയിൽ എന്തായാലും മിക്കവാറും തന്നെ ചോദിക്കാം, മീൻസ് പ്രോബ്ലംസ് തന്നെ ഉണ്ടാവുക. പാർട്ട് ബിയിൽ ചിലപ്പോൾ 1-2 തിയറീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറീസ് ഒക്കെ നോക്കി പോവാം അല്ലെ. നമ്മള് പാർട്ട് ബിയിൽ ഓൾമോസ്റ്റ് ഇത്ര ക്വസ്റ്റ്യൻസ് പറഞ്ഞു. 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞില്ലേ. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്, 2 പറഞ്ഞു അല്ലെ. 16 ക്വസ്റ്റ്യൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നോക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കുക കേട്ടോ. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഓരോ ഡെഫിനിഷൻ, ചെറിയ ഡെഫിനിഷൻസ് ഒക്കെ കാര്യങ്ങളില്ലേ, അതുകൂടി നോക്കുക. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മുടെ ക്ലാസ് ഇപ്പൊ തീരും, 1 മിനിറ്റിന് കുറവേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാം. ഇനി നമുക്ക് ഒരു ക്ലാസ് ലൈവ് സെഷന് ബുധനാഴ്ച വെക്കാം. വെള്ളിയാഴ്ച ലാംഗ്വേജ് എക്സാം ആകുമ്പോൾ ബുധനാഴ്ച കൂടെ ഒരു ലൈവ് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ.